ബിഗ് ബോസ് ശരിക്കും ഒരു സ്ക്വിഡ് ഗെയിമാണ്. ക്രിയേറ്റേഴ്സാണ് മത്സരാർത്ഥികളെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നത്. 15 ദിവസം കൊണ്ട് ഇത്രയും വർഷം കെട്ടിപ്പടുത്ത ഇമേജ് പൂർണ്ണമായി നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് അൻവറ സുൽത്താന എന്ന മസ്താനി. ബിഗ് ബോസിൽ പോയതാണ് മസ്താനി ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം. മസ്താനി തന്നെ മസ്താനിയുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ബിഗ് ബോസിൽ പോകുക എന്നതാണ് ഞാൻ ജീവിതത്തിൽ എടുത്ത ഏറ്റവും വലിയ തെറ്റായ തീരുമാനം. ബിഗ് ബോസിൽ എല്ലാവരും പോകുന്നത് ഫേമസ് ആകുവാനും പൈസയ്ക്കും വേണ്ടിയാണ്. എന്നാൽ മസ്താനിയെ പോലെ ഒരു ഫേമസ് ആയ ഒരു വ്യക്തിക്ക് അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇത് മസ്താനിയും മസ്താനിയുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞു. ഇനി ഒരിക്കലും ബിബിയിലേക്ക് ഒരു റീ എൻട്രിക്ക് വേണ്ടി വിളിച്ചാൽ പോലും മസ്താനി പോകില്ല എന്ന് ഉറച്ചു പറഞ്ഞു. മസ്താനി തന്നെ പറഞ്ഞിട്ടുണ്ട്, ബിഗ് ബോസ് ഹൗസിൽ ഞാൻ കളിക്കാൻ ശ്രമിച്ചത് ഒരു നെഗറ്റീവ് ഗെയിം തന്നെയായിരുന്നു. അക്ബറും അപ്പാനിയും ഒരുപാട് തെറികളെല്ലാം മസ്താനിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും ലൈവിലോ എപ്പിസോഡിലോ കാണിച്ചിട്ടില്ല. മസ്താനിയുടെ ചാനലിലുള്ള ഇന്റർവ്യൂവിൽ മസ്താനി തന്നെ പറഞ്ഞു, അക്ബർ എന്നെ ജനറൽ കമ്പാർട്ട്മെന്റിലെ കക്കൂസ് എന്നും ചന്തപുര മസ്താനി എന്നിങ്ങനെയുള്ള വാക്കുകളെല്ലാം വിളിച്ചാണ് എന്നെ അവിടെ അഭിസംബോധന ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇതൊന്നും ലൈവിലോ എപ്പിസോഡിലോ ആരും കാണിച്ചില്ല. അപ്പാനിയുമായി മസ്താനി വഴക്കുണ്ടാക്കാനുള്ള കാരണവും വ്യക്തമാക്കിയിരിക്കുകയാണ്. പൊതുവെ അപ്പാനി നന്നായി തെറി പറയുന്ന ഒരു വ്യക്തിയാണ്. ആ കൂട്ടത്തിൽ അപ്പാനി എന്നോട് വളരെ അറയ്ക്കുന്ന ഒരു തെറി പറഞ്ഞു. അത് എനിക്ക് ഒട്ടും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. അതിന് ഞാൻ അപ്പാനിയോട് റിയാക്ട് ചെയ്തത് മാത്രമാണ് പുറത്തോട്ട് പോയിരിക്കുന്നത്. അന്നാണ് ഞാൻ അപ്പാനിയോട്, നീ നിന്റെ ഗർഭിണിയായ ഭാര്യയെ വെച്ചുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞ ആ വാക്ക് മാത്രം വല്ലാതെ ഹൈലൈറ്റ് ആയി. പിന്നെ അപ്പാനി ലൈവിലും എപ്പിസോഡിലുമെല്ലാം കത്തിക്കയറിയത് വീട്ടിലിരിക്കുന്ന ഗർഭിണിയായ ഭാര്യയെ ഞാൻ വിളിച്ചെന്ന് പറഞ്ഞ രീതിയിലാണ്. എന്നാൽ അപ്പാനി പറഞ്ഞതെല്ലാം അവിടെ മുങ്ങിപ്പോയി. സാധാരണഗതിയിൽ അപ്പാനിയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നാലെ ഓടി നടന്ന് മാപ്പ് പറയുന്ന ഒരു വ്യക്തിയാണ് അപ്പാനി. എന്നാൽ ഇത്രയും വലിയ തെറി എന്നെ വിളിച്ചിട്ട് പോലും അപ്പാനി എന്നോട് മാപ്പ് പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അപ്പാനി വീട്ടിൽ നിന്ന് എവിക്റ്റ് ആയപ്പോൾ വളരെയധികം സന്തോഷിച്ച ഒരു വ്യക്തിയും ഞാനാണ്. എന്നാൽ അതിൻ്റെ ലിമിറ്റ് കുറച്ച് കൂടിപ്പോയെന്ന് എനിക്കും തോന്നിപ്പോയിട്ടുണ്ട്. അപ്പാനിയെ പോലെ ഒരു വ്യക്തി ബിഗ് ബോസ് ഹൗസിൽ നിൽക്കണമെന്ന് ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അയാൾ എലിമിനേറ്റ് ആവണമെന്ന് മറ്റാരെക്കാളും ആഗ്രഹിച്ചിരുന്നതും ഞാൻ തന്നെയാണ്. അയാളെ ഒരു ഗെയിമറായിട്ട് പോലും കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അയാൾ പോയതിൻ്റെ സന്തോഷമാണ് ഞാൻ അവിടെ പ്രകടിപ്പിച്ചത്. ബിഗ് ബോസ് ഹൗസിൽ എൻ്റെ നെഗറ്റീവ് സൈഡുകൾ മാത്രമാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. ഞാൻ മറ്റുള്ള ഹൗസ്മേറ്റ്സുമായി നല്ല രീതിയിൽ മിങ്കിൾ ചെയ്യുന്നത് ഒന്നും പുറത്തു പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ മുന്നിൽ ഞാൻ ഒരു നെഗറ്റീവ് ക്യാരക്ടറായി മാറി. സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് എന്നെ വിളിച്ചു വരുത്തി അപമാനിച്ചതുപോലെയാണ്. എൻ്റെ കരിയറും ഫെയിമും എല്ലാം അവർ പൊളിച്ചടുക്കി എൻ്റെ കയ്യിലേക്ക് ആക്കി തന്നു. എന്നെ ഒരു നെഗറ്റീവ് പേഴ്സണായി ചിത്രീകരിച്ചു. ജനങ്ങളുടെ മുമ്പിലേക്ക് എന്നെ വലിച്ചു കീറാൻ വേണ്ടി ഇട്ടുകൊടുത്തു. ഒരു വീക്കെൻഡ് എപ്പിസോഡ് ആയാൽ പോലും എനിക്ക് ലാലേട്ടനുമായി സംസാരിക്കാനുള്ള അവസരം പോലും അവർ നിഷേധിച്ചു. പ്രേക്ഷകരായ എല്ലാവരോടും ഞാൻ നിന്ന 4 ആഴ്ചകളിലെ വീക്കെൻഡ് എപ്പിസോഡ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഒരു അക്ഷരം പോലും എനിക്ക് മിണ്ടുവാനുള്ള അവസരം അവർ നൽകിയില്ല. ഇതിന്റെ കുറ്റം ലാലേട്ടനെ ഞാൻ ഒരിക്കലും പറയില്ല. ലാലേട്ടന്റെ ചെവിയിൽ പറയുന്ന മറ്റുള്ള ക്രൂമേറ്റ്സാണ് ഇതിനുള്ള ഉത്തരവാദികൾ. ബിഗ് ബോസ് ശരിക്കും ഒരു സ്ക്വിഡ് ഗെയിം പോലെയാണ്. ഇതിന്റെ സ്ക്രിപ്റ്റ് കണ്ടസ്റ്റൻസിനില്ലെങ്കിലും അവിടെയുള്ള ക്രൂ മെമ്പേഴ്സിന് അവർ സ്ക്രിപ്റ്റ് അനുസരിച്ചാണ് പോകുന്നത്. അവരുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസിനെ അവർ നല്ല രീതിയിൽ ഹൈപ്പ് കൊടുത്ത് അവരുടെ പോസിറ്റീവ് സൈഡ് മാത്രം പുറത്തോട്ടേക്ക് വിടും. എന്നാൽ നമ്മളെപ്പോലെയുള്ള ആളുകളുടെ നെഗറ്റീവ് സൈഡുകൾ മാത്രമായിരിക്കും അവർ പുറത്തു കാണിക്കുക. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഏറ്റവും വെറുപ്പാക്കുന്ന രീതിയിലായിരിക്കും അവർ ഓരോ കണ്ടന്റും പുറത്തോട്ടേക്ക് വിടുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ബിഗ് ബോസ് ഹൗസിലുള്ള ഹൗസ്മേറ്റ്സിൽ 2 പേർ ഒരേ തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ 2 പേർക്കും 2 നീതിയാണ്. ബിഗ് ബോസിന്റെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റിനെ അവർ വളരെ സോഫ്റ്റ് ആയിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ മറ്റേ വ്യക്തിയെ അവർ വലിച്ചു കീറുവാൻ വേണ്ടി പുറത്തോട്ട് ഇട്ടുകൊടുക്കും. ബിഗ് ബോസിൽ പോയതിനു ശേഷം പല ആളുകളുടെയും ജീവിതം നശിച്ചു പോയത് തന്നെ ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. ചില നല്ല ഫെയിമും നല്ല ഇമേജസുമുള്ള ആളെ ഏറ്റവും അധികം മോശപ്പെട്ട രീതിയിലേക്ക് ആക്കുവാൻ ബിഗ് ബോസിനെ കൊണ്ട് ആകും. അതുപോലെ തന്നെ നെഗറ്റീവ് ഇമേജ് ഉള്ള ഒരു വ്യക്തിയെ വളരെ നല്ല മനുഷ്യനായും പോർട്രേ ചെയ്യാൻ അവർക്ക് പറ്റും. സത്യം പറയാലോ, ഈ ഒരു ഇന്റർവ്യൂ കണ്ടതിന് ശേഷം മസ്താനിയോട് ഒരു പാവം തോന്നി. കാരണം മസ്താനിയുടെ നെഗറ്റീവ് സൈഡുകൾ മാത്രമാണ് ബിഗ് ബോസിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതുപോലെ ഇവർ പുറത്തു വന്നു കഴിഞ്ഞാൽ പറയുമ്പോൾ മാത്രമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈവൻ അനുമോൾ ആര്യന്റെയും ജിസേലിന്റെയും കാര്യം തുറന്നു പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ലാലേട്ടൻ ചോദിച്ചിട്ട് പോലും അനുമോളുടെ നിലപാടിൽ നിന്ന് മാറാതെ അവർ തമ്മിൽ കിസ് ചെയ്യുന്നത് അനുമോൾ കണ്ടെന്ന് പറഞ്ഞത് വളരെ വ്യക്തമായി അവൾ ആ ഒരു തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതും നമ്മൾ എപ്പിസോഡിലും ലൈവിലുമെല്ലാം കണ്ടു കഴിഞ്ഞ ഒരു കാര്യമാണ്. എന്നാൽ അതുപോലെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് അത് ഒരിക്കലും പുറത്തോട്ടേക്ക് വിടില്ല. കാരണം അത് അവരുടെ റെപ്യൂട്ടേഷനെ പോലും ബാധിക്കുന്ന ഒന്നാണ്. മലയാളി ഓഡിയൻസിന് ഇതൊന്നും ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നായതുകൊണ്ട് തന്നെ അത് ബിഗ് ബോസിനെ നന്നായി ബാധിക്കുമെന്ന് അവർക്കും അറിയാം. അതുകൊണ്ടാണ് ഇനി അങ്ങനെ എന്തെങ്കിലും ക്യാമറയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും അവർ അത് പുറത്തോട്ട് വിടാത്തത്. മുമ്പുള്ള സീസണിലെ പല കണ്ടസ്റ്റൻസും പറയാറുള്ള ഒരു കാര്യമാണ്, ബിഗ് ബോസ് ആദ്യം തന്നെ തീരുമാനിച്ചു കാണും ആരായിരിക്കും വിന്നറായി വരിക എന്നത്. അതുപോലെ തന്നെ സംഭവിക്കും. ഒട്ടും അവിടെ നിൽക്കാൻ യോഗ്യതയില്ലാത്ത വ്യക്തികളെല്ലാം ടോപ്പ് 5 വരെ എത്താൻ സാധ്യതയുണ്ട്. എന്നാൽ
നന്നായി കളിക്കുന്ന, ഗെയിമിലും വോട്ടിങ്ങിലുമെല്ലാം മുന്നിലുള്ള വ്യക്തികളെല്ലാം എലിമിനേറ്റ് ചെയ്തു പോകുന്നു. അവിടെ എന്തെല്ലാം നടക്കുന്നത് എന്ന് നമുക്ക് ഒരു ഐഡിയയുമില്ല. ഇതുപോലെ ബിബിയിൽ നിന്ന് ആരെങ്കിലും വന്ന് അവിടുത്തെ സത്യങ്ങൾ പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്നിതാ മസ്താനി പറഞ്ഞിരിക്കുന്നു, ഇതുപോലെ ഒരു ഇൻ്റർവ്യൂ ചെയ്തതിൻ്റെ പേരിൽ ഒരുപക്ഷെ ഞാൻ ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയേണ്ടി വരും. എന്നാലും എനിക്ക് എൻ്റെ ഭാഗം പറയേണ്ട ആവശ്യകതയുണ്ട്. കാരണം അവർ നശിപ്പിച്ചിരിക്കുന്നത് എൻ്റെ കരിയറും എൻ്റെ ഫെയിമും എല്ലാമാണ്. എനിക്ക് ഇതല്ലാതെ വേറെ നിവൃത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മസ്താനി ഇൻ്റർവ്യൂ ചെയ്തിരുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ബിബി അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.